നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, നിങ്ങളൊരു പുതിയ ഫോണൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൻ്റെ ഫേക്ക് ഫോണുകൾ, നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒറിജിനലായിട്ടുള്ള ഒരു കമ്പനിയുടെ ഫോണായിരിക്കും എടുക്കുന്നത്, അത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നിരവധി ഫോണുകൾ, നമുക്ക് ഫേക്ക് ഫോണുകൾ നിലവിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെയാണ് കൂടുതൽ ആളുകൾ എടുക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒരാൾ 1 മാസമോ അല്ലെ 2 മാസമൊക്കെ ഉപയോഗിച്ചിട്ട് വിറ്റതും, അല്ലെ മറ്റെന്തെങ്കിലും കാരണവശാലൊക്കെ വിറ്റ ഫോണുകളൊക്കെ നമ്മൾ നിരവധി വാങ്ങാറുണ്ട്, അല്ലെ പുതിയ ഫോണുകളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ഒറിജിനൽ ഫോണാണോ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകളൊക്കെ ഒറിജിനലാണോ, നമ്മളുടെ ഫോൺ എങ്ങനെ നമുക്ക് ഒറിജിനലാണോ എന്ന് കണ്ടുപിടിക്കാം. വളരെ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങൾ ഫോൺ മേടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ഫോൺ മേടിക്കുന്ന ആ ഒരു ഷോപ്പിൽ പോയി, നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇതിനായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഞാൻ പറയുന്ന ഈ ഒരു നമ്പർ എൻ്റർ ചെയ്ത് നോക്കുക. *#, അതുപോലെ തന്നെ നിങ്ങൾ 06#. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ IMEI നമ്പർ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഈ IMEI നമ്പർ ഇവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ IMEI നമ്പർ ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ ചില ഫോണുകളിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ അടിച്ചിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ IMEI എന്ന് ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സെർച്ചിങ്ങിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. IMEI SV എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് എത്ര സിമ്മുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ആ സിമ്മിന് ഓരോ സിമ്മിനും ഓരോ IMEI കാണും. നിങ്ങൾക്ക് ഡബിൾ സിമ്മുള്ള ഫോണുകളാണ് 2 IMEI അതിനകത്ത് കാണും. ഇവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ടും ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളിതുപോലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമിൽ ഒരു വെബ്സൈറ്റിൽ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ IMEI എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ IMEI എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ IMEI.info എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ ഫ്രീ ഓൺലൈൻ IMEI എന്ന് കാണിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ കോപ്പി ചെയ്തെടുത്ത ആ ഒരു IMEI നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് I am human എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാം. അത് നിങ്ങൾക്കൊന്ന് ടിക്ക് മാർക്ക് ഇട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ താഴെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ടിക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ ഒരു ഓപ്ഷൻസ് വരും. പ്ലീസ് ചെക്ക് മെൽസ്, ഈ ആനിമൽസ് ഡൗൺ ചെയ്യുന്ന ആനിമൽസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ താഴെ നിങ്ങൾക്കൊരു മാറ്റാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അത് വരുമ്പോൾ നിങ്ങളിവിടെ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മോഡൽ, IMEI EMI നമ്പർ, നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഫോണിൻ്റെ യൂസേജ് ടൈം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കും. നമ്മുടെ ഫോണിൻ്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ വരുന്ന ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ ഫോട്ടോസ്, പിക്ചർ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫോണൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇതൊരു ഫേക്ക് ഫോണാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫേക്ക് ഫോണാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ പേരിൽ നോക്കിയയുടെ EMI ഒക്കെ വെച്ചുകൊണ്ട് ഫേക്ക് ഫോണുകളൊക്കെ ഇറങ്ങാറുണ്ട്. കാരണം പണ്ട് കാലത്തൊക്കെ ഇറങ്ങിയ ഫോണിൻ്റെ EMI ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ ഫോണുകൾ ഫേക്ക് ഒരുപാട് വിപണിയിൽ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുക. മറ്റു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.